അൻഫാസിയ ദിക്ർ അല്ലാഹു അല്ലാ എന്നുള്ള ദിക്ർ തൂരിശയിൽ കൊടുക്കുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠത ഞങ്ങൾ കൊടുക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ശ്വാസത്തിലുള്ള ദിക്റാണ് ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ അതങ്ങനെ പ്രചരിപ്പിക്കേണ്ട കാര്യം. എന്തിനാണ് അങ്ങനെ ഒരു തുരീഖത്തിന്റെ ഓരോരുത്തരുടെ തുരീഖത്തുകാർ ഇത് നിലനിർത്താൻ വേണ്ടി മറ്റുള്ളവരെ കേൾത്തേണ്ട കാര്യമില്ലല്ലോ. കാരണം അത് അങ്ങനെയല്ല സംഭവം. ഇന്ന് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഷിയാക്കൾ, ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ആരെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അവരും പാപിയായി മാറുന്ന വിധത്തിലാണ് സുന്നികൾ പോലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുകയാണ്. അതിനാ പോണ യുദ്ധത്തിനാണെങ്കിൽ കുട്ടി കൂട്ടുകുടുംബാദികളായിട്ട് പോവോ? ആരെങ്കിലും ആരും പോകില്ലല്ലോ. കുഞ്ഞുട്ടിനെ പോകാൻ യുദ്ധത്തിന് സമരത്തിന് പോകല്. ഒരിക്കലും സമരത്തിന് പോകുന്ന ആള് ചെറിയ കുട്ടിയായിട്ട് പോകില്ലല്ലോ. ഈ 6 മാസം മാത്രം പ്രായമുള്ള അലി അസ്ഗർ എന്ന തന്റെ സ്വന്തം ചെറിയ കുഞ്ഞുമായിട്ട്, മുലകുടി പ്രായം മാറാത്ത കുഞ്ഞുമായിട്ട്, തന്റെ ഭാര്യ, പെങ്ങൾ, സ്വന്തം കുടുംബക്കാരുമായിട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ കൂഫയിലേക്ക് പോകുമ്പോൾ അത് യുദ്ധത്തിനാണ്, സമരത്തിനാണ് പോണത് എന്ന് പറയുന്ന ആളുകളെ തൊലിക്കട്ടി വല്ലാത്തത് തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا نبينا ومولانا محمد وعلى آله وصحبه وسلم. الحمد لله. എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗുരുവര്യന്മാർക്കും നമ്മുടെ മാതാപിതാക്കന്മാർ, ഇണകള്, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മറ്റു മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഏവർക്കും അല്ലാഹു കാമിലായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല തൃപ്തിപ്പെട്ട വഴിയിലൂടെ സഞ്ചരിച്ച് അവന്റെ പൊരുത്തം കരസ്ഥമാക്കി ഈമാനോടുകൂടി മരിക്കേണ്ട തൗഫീഖ് നമുക്ക് നൽകട്ടെ. കാമിലായ ഈമാനോട് നമ്മുടെ ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മശായിഖന്മാരുടെ, ഉസ്താദുമാരുടെ ദറജാത്തുകൾ അല്ലാഹു തആല നാൾക്ക് നാൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയത് കഴിഞ്ഞ എന്റെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടുള്ള വീഡിയോയിൽ ദിക്റിനെ സംബന്ധിച്ചായിരുന്നു സംസാരിച്ചത്. അപ്പൊ അതിനുശേഷം പലരും പല സംശയങ്ങളും പേഴ്സണലായിട്ട് ചോദിക്കുകയും അതിൻ്റെ ഒരു വിശദീകരണം നൽകിയാൽ നന്നായിരുന്നു എന്ന് പറയുകയും ചെയ്തു. അതിന്റെ വിശദീകരണങ്ങൾ ചിലർക്ക് ആവശ്യപ്പെട്ടത് സിഫാത്തുകളെ സംബന്ധിച്ച്, മറ്റുള്ള അള്ളാഹുവിന്റെ അഫ്ആലുകളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് ഒരു ശൈഖിന്റെ ബൈഅത്തിലൂടെ, സഹവാസത്തിലൂടെ പടിപടിയായി കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് എത്തിച്ച് ദർശിച്ച് ആയി മുന്നേറേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും മറ്റു ചില പൊതുവെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹിന്റെ മാർഗത്തിലൂടെ മുന്നേറാൻ തൗഫീഖ് നമുക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിക്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പലരും വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് ഹൈലൈറ്റ്സ് മാത്രം കാണുമ്പോഴത്തിന് എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ട് കമന്റ് ചെയ്യുന്നവരാണ്. വീഡിയോ മുഴുവനായിട്ട് അവർ ശ്രവിക്കുകയാണെങ്കിൽ എന്താണ് ഈ ഫക്കീർ പറഞ്ഞത് എന്ന് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ ഭാഗത്ത് സ്വന്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. ആരിഫീങ്ങൾ ഒത്തു സംബന്ധിച്ച് പറഞ്ഞ കാര്യവും അതിനെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു നമ്മോട് വിവരിച്ച കാര്യവും മറ്റു എല്ലാവരും അറിയുന്ന അടിസ്ഥാന കാര്യങ്ങളുമാണ്
അതിൽ നമ്മൾ ചർച്ച ചെയ്തു. അത് ആ വീഡിയോ മുഴുവൻ കാണുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഇനി അത് വായിച്ചതിന് ശേഷവും ആ വീഡിയോ അപഗ്രഥിച്ചതിന് ശേഷവും കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി കുറച്ചുകൂടി പറയാം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അഫ്ളലു ദിക്ർ. അതിന് വളരെയധികം ശ്രേഷ്ഠതകൾ ഹദീസിലും പരിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാണ്. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു ദിവസം ഒരാൾ 100 പ്രാവശ്യം പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹം നാളെ മഹ്ശറയില് പൂർണ്ണചന്ദ്രനെ പോലെ മുഖം പ്രകാശിക്കുന്നവനായിട്ടായിരിക്കും അവൻ നാളെ മഹ്ശറയിൽ എത്തുക. അതുകൊണ്ട് തന്നെ നമ്മൾ മശായിഖന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിവസവും നമ്മുടെ ശൈഖുന നൂറുൽ മശായിഖ് നൂരിഷാ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പതിവാണ്. അത് നമ്മൾ കാണിച്ചു തന്നതാണ്. എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ശൈഖുന 100 പ്രാവശ്യമല്ല 100-ൽ അധികം പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരായിരുന്നു. ജഹിരിയായിട്ട് തന്നെ ചൊല്ലുന്നവരായിരുന്നു. അത് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട്. സിൽസിലയുടെ അഹ്ലുകാര് നൂർഷാ തുരീഖത്തിൽ, അതായത് ശൈഖുന നൂർഷാ ജീലാനി റളിയല്ലാഹു അൻഹുയുടെ വഴിയായിക്കൊണ്ട് നമുക്ക് ലഭിച്ച ചിശ്തി ഖാദിരി തുരീഖത്തിൽ ബൈഅത്ത് ചെയ്ത എല്ലാവരും അത് പതിവാക്കുന്നവരാണ്. മാത്രമല്ല പലരും 1100 പ്രാവശ്യം അല്ലെങ്കിൽ 200 പ്രാവശ്യമൊക്കെ ദിവസവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാണ്. പലരും ഈ സിൽസിലായി നൂർഷാ തങ്ങൾ ശൈഖുന വഴി റളിയല്ലാഹു തആല അൻഹു അവർ വഴിയായി ചിശ്തി ഖാദിരി തുരീഖത്തിൽ പ്രവേശിച്ച, അല്ലെങ്കിൽ അവരുടെ ജാനശീന്മാർ അവരുടെ ഖുലഫാക്കൾ വഴിയായിക്കൊണ്ട് ചിശ്തി ഖാദിരി തുരീഖത്തിൽ പ്രവേശിച്ച പലരും അവരുടെ ശൈഖന്മാരുടെ ഇജാസത്ത് പ്രകാരം ചെയ്യുന്നതാണ്. മാത്രമല്ല ഹൽക്കത്തു ദിക്റിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറുണ്ട്. പ്രധാനമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മളുടെ ത്വരീഖത്തിലുള്ള പ്രധാനപ്പെട്ട തൽഖീനന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ, അല്ലാതെ അൻഫാസിയ ദിക്ർ അല്ല. ബൈഅത്ത് ചെയ്തു, തൗബ ചെയ്തു, ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, തൗബ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പരിശുദ്ധ കലിമ ചൊല്ലുന്നുണ്ട്. അതിനുശേഷം ബൈഅത്തിന് ശേഷം പിന്നീട് തൽഖീനായിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന തൽഖീന് ബൈഅത്ത് ചെയ്തു കൊടുക്കുന്ന ഈ ആരിഫായ ഈ മനുഷ്യൻ അവരുടെ ശൈഖുമാരിൽ കൂടി ലഭിച്ച ഇജാസത്ത് പ്രകാരം എന്തു ചെയ്യുന്നു? അവരുടെ സാധക എന്ന് പറഞ്ഞു കൊടുക്കുകയും അവരത് ഏറ്റത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. തന്റെ മശായിഖന്മാരിൽ നിന്ന്, ചുരുക്കം പറഞ്ഞാൽ തന്റെ ശൈഖിൽ നിന്നും ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് മുരീദിന് ആദ്യമായി കിട്ടുന്ന തൽഖീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ തൽഖീൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഖഫിയായ ദിക്ർ, ജിസ്മിനോടും ഖൽബിനോടും ബന്ധപ്പെട്ട ഖഫിയായ ദിക്റായ അല്ലാഹു അല്ലാഹ് എന്നുള്ള ദിക്ർ നൽകപ്പെടുന്നത്. ഈ അൻഫാസിയായ ദിക്റായ അല്ലാഹു അല്ലാഹ് എന്ന് നൽകപ്പെടുന്ന ഈ ദിക്ർ തന്നെ ശരിക്കു പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ ദിക്റിന്റെ മറ്റൊരു വശമാണ്. ഒരു വിധത്തിൽ മഹാന്മാര് പറയാറുണ്ട്, പരിശുദ്ധ ഖുർആന്റെ രത്ന ചുരുക്കമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആ പരിശുദ്ധ ഷഹാദത്ത് കലിമയുടെ രത്ന ചുരുക്കമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിയത് കൊണ്ടല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുള്ള പരിശുദ്ധ കലിമ ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ അത് മറ്റൊരു വശം. പക്ഷെ പരിശുദ്ധ കലിമ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന് മാതൃകയായി നമ്മൾക്ക് കൊണ്ടുവരുന്ന എന്നെല്ലാവരും ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നതും ആ വ്യക്തി ചൊല്ലുന്നതും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്
എന്നുള്ള പരിശുദ്ധ കലിമയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ കലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ രത്ന ചുരുക്കമാണെന്ന് മഹാന്മാർ പറയുന്നത്. അതിനെയും ചുരുക്കി പറയുന്നത് അതിന്റെ എല്ലാം ചുരുക്കമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതുവരെ മഹാന്മാര് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള മൊത്തം വെറും ലായിലുണ്ട്. അതായത് ഒരാള് വഫാത്താവുന്ന ടൈമില് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിശുദ്ധ കലിമ ചൊല്ലാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. അദ്ദേഹം ലാ എന്ന് ചൊല്ലി അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ റൂഹ് പിരിഞ്ഞു, ബാക്കിയൊന്നും ചൊല്ലാൻ പറ്റിയില്ല. എങ്കിലും അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെട്ട ആളുടെ വിധിയാണ്, അതിന്റെ പ്രതിഫലമാണ് ഈ വെറും ലാ ചൊല്ലിയിരിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എല്ലാം ആ ലായിലുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ ചുരുക്കമാണ്, വീണ്ടും ചുരുക്കിയിട്ട് പറയുന്നതാണ്, സിമ്പിൾ ആക്കിയിട്ട് പറയുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ചുരുക്കിയാൽ അതാണ് അല്ലാഹു അല്ലാഹ് എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റാണ്, അഫ്ളലു ദിക്റാണ്. അതിലുള്ള ഓരോ ലഫ്ളും ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധ കലിമയുടെ ലഫ്ളാണ് എന്നുള്ള നിലക്ക് അതിന്റെ ആശയത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ള ആശയത്തെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആശയമാണ് എന്നുള്ള അർത്ഥത്തിൽ അതിലുള്ള ലായാണ് ഞാൻ ചൊല്ലുന്നുണ്ടെങ്കിൽ ലാ എന്നുള്ള ലഫ്ളും ബർക്കത്താണ്, നൂറാണ്, ദിക്റാണ്. ഓരോ ലഫ്ളും ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. മനസ്സിലാവും? അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരട്ടെ. അപ്പൊ ഈ പരിശുദ്ധ കലിമ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ചുരുക്കം അല്ലാഹു അല്ലാഹ്, അതിന്റെയും ചുരുക്കമാണ് ഹു എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ള ഹു അതിന്റെയും ചുരുക്കാണ്. അപ്പൊ പരിശുദ്ധ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ തന്നെയാണ് ഈ രംഗത്ത് ഇങ്ങനെ ഓരോ പടിയില് അതിനെ സിമ്പിളാക്കിക്കൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് ഇസ്തിലാഹിയായിട്ടുള്ള വേർഡുകൾ പരിശുദ്ധമായ ഖുർആനിയ ലഫ്ള് ഉപയോഗിച്ചുകൊണ്ട് മശായിഖന്മാർ കൊടുക്കുന്നത്. മനസ്സിലാവും? ഈയിടെ കുറച്ചു മുന്നൊക്കെ ഒരു വിവാദം നടത്തിയിരുന്നു. നൂർഷാദ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മാറ്റി. അതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിഷയം അതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അത് നേരുള്ള അർത്ഥം പറഞ്ഞാൽ അള്ളാഹു, മലയാളത്തിൽ നേരെ പരിഭാഷ പറയുകയാണെങ്കിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. മലയാളത്തിൽ പരിഭാഷ പറയുകയാണെങ്കിൽ സാങ്കേതികമായ ഇസ്തിലാഹിയായ അർത്ഥമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ലഘുവിയായ അർത്ഥമല്ല ഞാൻ പറയുന്നത്. നേരെ നമ്മൾ പരിഭാഷ പറയുകയാണെങ്കിൽ സാധാരണ എല്ലാവരും പറയാറുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നാണ്. എന്നാൽ നമ്മളുടെ മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് ഓരോ രംഗത്തൊരു ആശയങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് ഈമാൻ വർദ്ധിക്കുന്നതനുസരിച്ച് ഇതിന്റെ ആശയം കൂടുതൽ ദൃഢമായി വരണം. വെറും ഒരു ആരാധ്യൻ എന്നുള്ള അർത്ഥം പരിഭാഷ മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹുള്ളത്. ഇത് ബൃഹത്ത് വല്ലാത്തൊരു കലിമയാണ്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് അവരിലേക്ക് അല്ലാഹു തആല നൽകിയപ്പോൾ നേരെ കണ്ണ് തുറന്നപ്പോൾ അർശിൽ എഴുതി കണ്ട കലിമയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നത്. ചെറിയ സംഭവം ഒന്നല്ലത്, ഇത് വല്ലാതെ സമുദ്രാണ് ലാ ഇലാഹ. അതാ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രത്ന ചുരുക്കാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അത് ചരിത്രപരമായ വശങ്ങളിലൂടെയും രഹസ്യജ്ഞാനപരമായ വശങ്ങളിലൂടെയും വിധിവിലക്കുള്ള എന്നുള്ള വശങ്ങളിലൂടെയും ഒക്കെ പരിശുദ്ധ ഖുർആൻ അതിനെ എന്ത് ചെയ്തു, അതിനെ വ്യക്തമാക്കി എന്നുള്ളതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ ദിക്ർ, ഈ കലിമ, ഈ പരിശുദ്ധ കലിമയെ നമ്മളെ മശായിഖന്മാര് നമുക്ക്
ശരീഅത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരാളൊരു വ്യക്തി ജീവിതത്തിലേക്ക് അവന്റെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവന്റെ വിശ്വാസശാസ്ത്രത്തിനോടും അവന്റെ പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടുത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് നമ്മൾ ശൈഖുമാരടുത്ത് നിന്ന് നമ്മൾക്ക് അതിനുള്ള ആശയം വെറും ആരാധന അല്ലാഹു അല്ല ആരാധന ഇല്ല എന്നുള്ള മീനിങ് അല്ല നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിന് ആശയം പഠിപ്പിച്ചു തന്നത് ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ഞാനിത് ആദ്യമായിട്ട് ഞാനിത് മനസ്സിലാക്കുന്നത്, ഈ ആശയം ആദ്യമായിട്ട് ബൈഅത്ത് ചെയ്തതിനു ശേഷം ഒരു 15-16 വയസ്സിലെ ഈ ഫക്കീറിന് അല്ലാഹു തആല ബൈഅത്ത് ഒരു മുറബ്ബിയായ ശൈഖുമായി ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകിയിട്ടുണ്ട് അല്ലാഹു തആല. അങ്ങനെ ആദ്യമായിട്ട് ഇതിനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുന്നത് എന്റെ ഗുരുവൈദ്യയായ ആത്മീയ ഗുരുവായ പാറപ്പുറം ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഇബ്രാഹിം ഹാജി എന്ന ആൾക്കാർ പൊതുവെയുള്ള ജനങ്ങൾ പറയും എന്ന പേരിൽ അറിയപ്പെടുന്ന പാറപ്പുറമുള്ള ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ മശായിഖിന്റെ പ്രധാന ഖുലഫാക്കളിൽ ഒരാളായ ഇബ്രാഹിം ഖലീലുല്ലാഹ് ഷാനൂരി അവരുടെ തെർബിയത്തിലായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുന്നത്. ആ മഹാനവറുകൾ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പഠിപ്പിക്കുന്നത് ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ് എന്ന് തന്നെയാണ്. അല്ലാതെ വെറും ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്നല്ല, ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. എന്നിട്ട് മഹാനവറുകൾ എനിക്ക് അതിന് അർത്ഥം വെച്ച് തന്നത്, പരിഭാഷ വെച്ച് തന്നത് ഹഖായ വണക്കത്തിന് തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്നാണ്. എന്നിട്ട് അതിനെ വിശദീകരിക്കുകയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിനോടും അതിന്റെ കർമ്മത്തിനോടും അതിനോട് ബന്ധപ്പെട്ടിട്ട് ജലീയായ വിശ്വാസം എങ്ങനെ ഇരിക്കണം എന്നതിനോട് ബന്ധപ്പെടുത്തിയിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥം മനസ്സിലാക്കി അതിന്റെ അർത്ഥവും ആശയം അതിന് മനസ്സിലാക്കി തരുന്നത് ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ് എന്നാണ്. അപ്പൊ ആ വഴിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ ദിക്റ് ആ ശരീരത്തിനോട് ജിസ്മിന്റെ വഴിയിലായിക്കൊണ്ട് മഹാന്മാര് അതിന് പറഞ്ഞു തന്ന ദിക്റിന്റെ ലഫ്ള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയാണ്. എപ്രകാരം മഹാനവറുകൾ എന്നോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഹാഇനെ വിടരുത്. ആ ഹാഇന് പ്രത്യേകം ആ ഹാഇനാണ് എല്ലാറ്റിന്റെയും ഉത്സാരം ആ ഹായിലുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഹാ വിടരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇബ്രാഹിം ഖലീലുല്ലാഹ് ഷാനൂരി എന്ന ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖിന്റെ പ്രധാന ഖുലഫാക്കിൽപ്പെട്ട എന്റെ ആത്മീയ ഗുരു എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി നമ്മളെ മശായിഖന്മാര് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിലവര് എന്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളൽ ദിക്ർ, പിന്നെ നിങ്ങൾ അതിൽ അഫ്ളൽ ദിക്ർ അല്ല എന്ന് പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അല്ലാഹു അല്ലാഹ് എന്നുള്ള ദിക്റാണ് നിങ്ങൾ പറഞ്ഞല്ലോ എന്നൊക്കെ പലരും സംശയങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ ചോദിക്കുന്നവരെ ആരോ ചോദിപ്പിക്കാണ്. കാരണം ഇവര് എന്റെ വീഡിയോ ഫുള്ളായിട്ട് മുഴുവനായിട്ട് അത് ശ്രമിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണത്തിന് ആവശ്യം വന്നത്. അത് ശ്രമിച്ചവർക്ക് ഈ വിശദീകരണത്തിൽ പൂർണ്ണമായിട്ട് ശ്രമിച്ചവർക്ക് ഈ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അത് ഞാൻ അങ്ങനെ ആ വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ലാതെ അതില് പറഞ്ഞത് തെറ്റായത് കൊണ്ട് അത് ശരിയാക്കാൻ പറയുന്നല്ല. അത് ഇനിയും അവിടെ വീഡിയോ അവിടെ ഒക്കെ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കാം. അങ്ങനെ തെറ്റൊന്നും നമ്മൾ എന്റെ തോന്നിയ വിധത്തിലൊന്നും ഞാൻ പറയാറില്ല. എന്റെ മശായിഖന്മാരിൽ കിട്ടിയത് ഞാൻ പറയാറുള്ളൂ. മാത്രമല്ല അത് നമ്മൾക്കും നിങ്ങൾക്കും ഒരു ഉപകാരം ഉണ്ടാവണം എന്നുള്ള സംസാരിക്കുന്നതാണ് ഈ വീഡിയോയിൽ വന്നിട്ട്. അല്ലാതെ പല വീഡിയോയില് അല്ല യൂട്യൂബിന്റെ വരുമാനത്തിനോ ഒന്നുമല്ല. അത് ഇതിനെപ്പറ്റി അറിയണവർക്ക് അറിയാം എങ്ങനെയാണ് അത് അറിയണവർക്ക് ശരിക്കറിയാം അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യണത്. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലേ നമ്മള് യൂട്യൂബ് ഉപയോഗിക്കുന്നത് തന്നെ ഈ അള്ളാന്റെ അടിമകൾക്ക് വല്ലതും എനിക്ക് സന്ദേശം നൽകാൻ പറ്റുമെങ്കിൽ എനിക്കത് നൽകാം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ എന്റെ ഈ വാക്കുകളെ കൊണ്ടും ഈ സോഷ്യൽ മീഡിയ കൊണ്ടും വല്ലവർക്കും വല്ലവരെയും
അള്ളാഹിനെ അടുപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് തൗഫീഖ് കൊണ്ട് അത് വലിയ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളതിന് വേറെ പ്രതിഫലമൊന്നും ആഗ്രഹിക്കണില്ല. അള്ളാഹു താല എന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി. പിന്നെ അത് ഞാനും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ്, അത് മറ്റുള്ളവർക്ക് അറിയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, അപ്പൊ അള്ളാഹു എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ത്വാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹു എന്ന് ശ്വാസത്തെ സൂക്ഷിക്കലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പിന്നീട് പറയുന്നത്. ചുരുക്കം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജിസ്മിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് ചെല്ലേണ്ട ദിക്റായിട്ട് മഹാന്മാർ പറഞ്ഞു തരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയാണ്. പക്ഷെ അതിന്റെ ആശയം മഹാന്മാർ പറഞ്ഞു തന്നത് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നാണ്. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തന്നെ അത് കൽബിന്റെ വഴിയിലായിക്കൊണ്ട് കൽബിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ആശയം മശായഖന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമയുടെ അർത്ഥം മറ്റൊന്നല്ല, അതിന്റെ ആശയം പറഞ്ഞു തരുന്നത് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്നുള്ള നിലക്കാണ്. ആ വഴിയിൽ കൽബിന്റെ വഴിയിൽ ദിക്റിന്റെ ലഫ്ള് മശായഖന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ത്വരീഖത്തിനോട് ബന്ധപ്പെടുത്തിയിട്ട് ദിക്റിന്റെ ലഫ്ള് പറഞ്ഞു കൊടുക്കുന്നത് ഇല്ലല്ലാഹ് എന്നാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാത്തതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിലെ ലഫ്ളുകൾ പരിശുദ്ധമായ നൂറാനിയായ ലഫ്ളുകളാണ്. ഈ വിഷയത്തിൽ വളരെ സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട്, സിമ്പിളാക്കിക്കൊണ്ട് മഹാന്മാർ ദിക്റിൽ മുഴുകാൻ വേണ്ടിയിട്ട് ഇല്ലല്ലാഹു എന്നുള്ള ലഫ്ള് ത്വരീഖത്തിന്റെ വഴിയിൽ കൽബിനോട് ബന്ധപ്പെടുത്തിയിട്ട് മശായഖന്മാർ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഇതേ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അതേ കലിമ അത് തന്നെ. പക്ഷെ റൂഹിന്റെ വഴിയിൽ ഒരു പടി കൂടി ഈ സാധകനെ, ഈ അള്ളാഹുവിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന സാധകനെ ഒരു പടി കൂടി ഉയർത്താൻ വേണ്ടിയിട്ട് റൂഹിന്റെ വഴിയിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം പറഞ്ഞു കൊടുക്കുമ്പോൾ ലാ മൗജൂദ ബിദ്ദാത്തി ഇല്ലല്ലാഹ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. എന്താണ് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നുള്ള ലഫ്ളല്ല, ലഫ്ള് അതാണെങ്കിലും അതിന്റെ ആശയം പറഞ്ഞുകൊണ്ട് ലാ മൗജൂദ ബിദ്ദാത്തി ഇല്ലല്ലാഹ് എന്നുള്ള ആശയമാണ് നമ്മുടെ ഖാദിരിയത്തിന്റെയും ചിശ്തി ഖാദിരി ത്വരീഖത്തിന്റെ നമ്മുടെ മശായഖന്മാര് ആശയം പറഞ്ഞു തരുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അർത്ഥമോ പരിഭാഷയോ ആശയമോ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നുള്ള ആ ശരീഅത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ആ ജലിയായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മാറ്റിയിട്ടല്ല, അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്നുള്ള ആശയം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നുള്ള ആശയവും ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്നുള്ള ആശയവും സ്ഥിരപ്പെടുത്തിക്കൊണ്ട്, അത് മാറ്റാതെ കണ്ട് അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത ലാ മൗജൂദ ബിദ്ദാത്തി ഇല്ലല്ലാഹ് എന്നുള്ള ആശയവും സാധകന് കൈമാറുന്നത് മഹാന്മാർ. അല്ലാതെ ഒന്നിട്ട് വരും മറ്റത് കൈമാറുന്ന രീതി നമ്മുടെ മശായഖന്മാർക്ക് ഇല്ല. ഇത് ശരീഅത്തിനെയും ഒരാള് അത് ഹഖീഖത്തിന്റെ വഴിയിൽ കൊടുക്കുന്ന ആശയമാണ്. ഒരാൾ ശരീഅത്തിനോട് കൂടിയിട്ട് ത്വരീഖത്തിനോട് കൂടിയിട്ടാണ് ഹഖീഖത്തിലേക്ക് വരുന്നത്. അല്ലാതെ ശരീഅത്തുള്ള ഒരാള് ത്വരീഖത്തിലേക്ക് വരുമ്പോ ശരീഅത്ത് ഒഴിവാക്കി ത്വരീഖത്തിൽ നിന്നും അയാൾ ഉയർന്ന ഹഖീഖത്തിലേക്ക് വരുമ്പോൾ ശരീഅത്തും ത്വരീഖത്തും ഒഴിവാക്കി ഹഖീഖത്ത്, അങ്ങനെയല്ല നമ്മുടെ മശായഖന്മാരുടെ രീതി. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു രീതി അങ്ങനെയല്ല. ഖാജാ മുനീഷ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ശിഹാബുദ്ദീൻ നഖ്ശബന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ബഹാവുദ്ദീൻ സുഹ്റവർദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഒരു മശായഖന്മാരുടെ അറിയപ്പെട്ട മഹാന്മാരായ ഒരു മശായഖന്മാരുടെ രീതി അതല്ല. ഇബ്രാഹിം ദസൂഖി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ആരുടെയും രീതി അങ്ങനെ ഒന്നല്ല. ഓരോന്നിനും ഉൾക്കൊണ്ടുകൊണ്ടാണ് വരുന്നത്. അങ്ങനെയാണ് മഹാന്മാര് പഠിപ്പിക്കാൻ. ഇന്നത്തെ കോലം ആളുകൾ ഓരോ ത്വരീഖത്തിന്റെ പല വഴികൾ സ്വീകരിക്കുന്നവരുണ്ട്, പല വഴികളിൽ ഈ ത്വരീഖത്തുന്നുണ്ട്, ഈ ത്വരീഖത്തുകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അവരുടെ രീതികൾ വ്യത്യാസപ്പെടുത്തുന്നതിൽ ഈ മഹാന്മാര് അതിൽ ഉത്തരവാദികളല്ല. അത് ഒരു മഹാന്മാർ ഉത്തരവാദികളല്ല. ഖാദിരിയത്തിൻ്റെതാണെങ്കിലും ചിശ്തിയത്തിന്റെ ആണെങ്കിലും നക്ഷബന്ദിയത്തിന്റെ ആണെങ്കിലും സുഹ്റവർദിയത്തിന്റെ ആണെങ്കിലും ഷാദുലി ആണെങ്കിലും
തുബഖാത്തിയാണ്. ഈ ത്വരീഖത്തുകളൊക്കെ നമ്മളെ സിൽസിലയിലുള്ളതാണ്. ഇതൊക്കെ നമ്മളെ ശേഖന്മാരാണ്. ഇനി നമ്മളെ മശേഖന്മാരല്ലാത്ത ദുസൂഖിയത്തിൻ്റെതായാലും തീജാനിയത്തിൻ്റെതായാലും ഏത് ത്വരീഖത്തിന്റെ ആയാലും ഇവരൊക്കെ അറിയപ്പെട്ട മഹാന്മാരാണ്. ഈ മഹാന്മാര് ഈ രീതിയിലാണ് മശേഖന്മാർക്ക് അല്ല അവരുടെ സാധകന്മാർക്ക് മുരീദുകൾക്ക് തർബിയത്ത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഇതിനെ ഉൾക്കൊള്ളുന്ന പല വഴികളിലും പല കോലത്തിലും കാണുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് അർപ്പിച്ച് പറയല, ഉണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിനെ കാണപ്പെടുന്നുണ്ട് പലതിലും. അതിനെ ഉണ്ടെങ്കിൽ മശായഖന്മാർക്ക് ഉത്തരവാദികളല്ല, അത് ഇന്നത്തെ ആളുകളുടെ കേണം. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട ചിശ്തി ഖാദിരി ത്വരീഖത്ത് പ്രധാനമായി ആ ത്വരീഖത്ത് ഉൾക്കൊണ്ടു പോകുന്ന നമ്മളെ മശായഖന്മാരും നമ്മളെ സിൽസിലയുള്ള മുരീദുമാരും എന്തില്ല, ഇതൊക്കെ ഇതേപോലെയുള്ള ശരീഅത്തിനെയും മറ്റും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു രീതി ഇല്ല. അന്ന് മശായഖന്മാർ എങ്ങനെയാണോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു പോലുള്ള ഈ മശായഖന്മാർ നമുക്ക് എങ്ങനെയാണോ അവരുടെ മുരീദുമാർക്ക് അവരുടെ ഖുലഫാക്കൾക്ക് ഇത് കൈമാറിയത്, അങ്ങനെ കൈമാറി അതേതിൽ കൈമാറി വരുന്ന ഒരു ത്വരീഖത്താണ് ഇന്ന് നൂറിഷാ ത്വരീഖത്ത് എന്നറിയപ്പെടുന്ന ഈ ഗുലാം ഉൾപ്പെടുന്ന സിൽസില ആരിഫിയ നൂരിയ സരണി. ഈ ത്വരീഖത്ത് അതേപോലെ കൊണ്ടുവരുന്നത്. അതാണ് ധൈര്യമായിട്ട് നമ്മൾ അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നത്. അള്ളാഹിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവരെയും അതുപോലെ തന്നെ നഫ്സിന്റെ ദുർഗുണങ്ങളൊക്കെ മാറി നല്ലൊരു അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു അവസ്ഥയിലേക്കും വിലായത്തിന്റെ അവസ്ഥയിലേക്കും ഇഹ്സാനിന്റെ അവസ്ഥയിലും അതിലും ഉയർന്ന അവസ്ഥകളിലേക്കൊക്കെ അള്ളാഹിന്റെ കുറുബിലേക്കും വസൂലിലേക്കും മറ്റൊക്കെ എത്ര ആഗ്രഹിക്കുന്നവരെ ഇതിലേക്ക് ക്ഷണിക്കുന്നത്. കാരണം ഒരു തെറ്റുമില്ലാതെ ആഗ്രഹിക്കുന്നവർ പോയാൽ അല്ലാത്തവർക്ക് അവിടെ തന്നെ നിൽക്കും ചെയ്യാം. ബയ്യത്ത് ചെയ്തത് എന്നത് കൊണ്ടൊന്നും ഒരാളെ കമാലിലെത്തുന്നില്ല. ആ ബുദ്ധി മനസ്സിൽ വെക്കും വേണ്ട. ബയ്യത്ത് ചെയ്തത് കൊണ്ട് മുനാഫിക്കാവാനും സാധ്യതയുണ്ട്. പേരിലൊക്കെ ത്വരീഖത്തായിരിക്കും, അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഷെയ്ഖിന്റെ കാമിലായ ഷെയ്ഖിന്റെ തെർബിയത്തിലും താലീമിലും കൂടി ഉയരാൻ ആഗ്രഹിച്ച് മുന്നേറുന്ന ആളുകൾക്ക് ഏതറ്റം വരെ വിലായത്തിന്റെ ഏതറ്റം വരെ ഉയരാൻ പറ്റും. അങ്ങനത്തെ ഉന്നതമായ ഷത്വാരിയ സരണിയാണ്, ബർക്കിയായ സരണിയാണ് ഇന്ന് സിൽസില നൂരിയ ആരിഫിയ എന്നുള്ള ഇന്ന് അറിയപ്പെടുന്ന ഈ ചിശ്തി ഖാദിരി ത്വരീഖത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. പറഞ്ഞു വരുന്നത് റൂഹിന്റെ വഴിയിൽ ഹഖീഖത്തിനോട് ബന്ധപ്പെടുത്തിയിട്ട് കൊടുക്കുന്ന മശായഖന്മാർ കൊടുക്കുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ മശായഖന്മാർ സിമ്പിളാക്കി കൊടുക്കുന്ന ലഫ്ള് അല്ലാഹു അല്ലാഹ് എന്നാണ്. അങ്ങനെയാണ്. അല്ല ഇത് വേറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ തന്നെയാണ് ഈ അല്ലാഹു അല്ലാഹ് എന്ന ദിക്ർ. അതിന്റെ ആശയത്തെ ഒരു പ്രത്യേക, അതുകൊണ്ട് ഈ സാധകരിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ദിക്ർ. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഓരോ വഴിയിലും സാധകർ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇതിലുള്ള അത് ഇല്ലല്ലാഹ് എന്നുള്ള ലഫ്ള്, പിന്നെ ഇല്ലല്ലാഹിൽ അള്ളാഹു എന്നുള്ളത് ലഫ്ള് എടുത്തു. കണ്ടില്ലേ? അങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് ആ അള്ളാഹു അള്ളാഹ് എന്നുള്ളത്. ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചുരുക്കം തന്നെയാണ് അത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇല്ലല്ലാഹ് എന്നുള്ള ലഫ്ള് പരിശുദ്ധമായ ലഫ്ളുകളാണ് ത്വരീഖത്തിൽ ലഫ്ളാക്കി കൊടുത്തെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിലുള്ള ഇല്ലല്ലാഹ് എന്നുള്ളതിലുള്ള അള്ളാഹു എന്നുള്ള ലഫ്ളാണ് ഹഖീഖത്തിൽ കൊടുക്കുന്നത് മഹാന്മാര്. ഇതിന്റെ 100 അവർ റൂഹിൽ ഇട്ട് കൊടുക്കും ചെയ്യും. ഇല്ലല്ലാഹ് എന്നുള്ള ലഫ്ളാണെങ്കിലും അതിന്റെ 100 ഖൽബിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉന്നതമായ മഅരിഫത്തിന്റെ അസ്റാറിന്റെ ഇൽമുകളിലൂടെ ഷെയ്ഖിന്റെ തവജ്ജുഹ് തസറുഫിലൂടെ അതെന്ത് ചെയ്യുന്നുണ്ട്? സാധകന്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ അത് മഅരിഫത്തിന്റെ വഴിയിലൂടെ സാധകന്റെ സിറിനോട് ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ ആശയം മഹാന്മാര് മശായഖന്മാര് പറഞ്ഞു കൊടുക്കുന്നത് ലാ മഷ്ഹൂദ ബിദ്ദാത്തി ഇല്ലല്ലാഹ് എന്നുള്ള ആശയമാണ്. അങ്ങനെയാണ് ആശയം കൊടുക്കുന്നത്. ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ് പൊതുവെ സിമ്പിൾ ആയിട്ട് കെലിമ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആശയം ലാ മഷ്ഹൂദ ബിദ്ദാത്തി ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അതിന്റെ അർത്ഥം മാറണില്ല.
അതേ അർത്ഥത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ അർത്ഥത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ അർത്ഥത്തിന്റെ ആ പരിഭാഷയുടെ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നുള്ള ആശയത്തിനെ കൂടുതൽ കൂടുതൽ അതിന്റെ അകക്കാമ്പിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ ആ ലാ മഷ്ഹൂദ ബിദ്ദാത്തി ഇല്ലല്ലാഹ് എന്നുള്ളത് കൊടുക്കുകയാണ് മഹാന്മാർ. അതിനോട് ബന്ധപ്പെടുത്തിയിട്ട് സിറിനോട് ബന്ധപ്പെടുത്തിയിട്ട് ലഫ്ള് ദിക്റിന്റെ ലഫ്ള് കൊടുക്കുന്നു. ഹൂ എന്നുള്ളതാണ്. അല്ലാഹു ഇല്ലല്ലാഹു, അതിൽ അല്ലാഹു, ആ അല്ലാഹു എന്നതിലുള്ള ഹു. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറ ഹുവ ഹുവ, അതായത് അവൻ. അല്ലാഹു ഖുൽ ഹുവ അല്ലാഹു, അതായത് അവൻ അല്ലാഹു. അഹദ് അവൻ ഏകനാണ്. ആ ഹുവ ഉണ്ട്. അള്ളാഹുവിനോട് ആ സൂറത്തുൽ ഇഖ്ലാസിലുള്ള ഹു ഖുൽ ഹുവ എന്ന് പറഞ്ഞ ആ ഹുവ ഉണ്ടല്ലോ, അത് അള്ളാഹുവിലേക്ക് തന്നെയാണ് ഇഷാറ. അതിന് ഫഹ്മിന് വലിയ ആശയമുണ്ട്. ഖുർആൻ അവർ പ്രയോഗിച്ചതും വലിയൊരു ആശയം. അല്ലെങ്കിൽ കുൽ അല്ലാഹു അഹദ് അല്ല ഇന്നല്ലാഹ അഹദ് എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ അങ്ങനെയല്ല. അല്ലാഹു തആല പറഞ്ഞ കുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയണമെങ്കിൽ ആ ഹുവക്ക് പ്രത്യേക അല്ലാഹു തആല, അതന്നെ ഏറ്റവും നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അല്ലേ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഏതായാലും ഇതാണ് സംഭവം. അപ്പൊ ഈ പലരും ആരോപണം ഉണ്ടാക്കുകയാണ്. പലരും പറയാണ് ഇത് അങ്ങനല്ല, നിങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ശ്രേഷ്ഠത, മറ്റേതാണ്. അങ്ങനെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശ്രേഷ്ഠത. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശ്രേഷ്ഠത ആയതുകൊണ്ട് തന്നെയാണ് ഇല്ലല്ലും ശ്രേഷ്ഠത ആയത്, അല്ലാഹു അല്ലാഹ് ശ്രേഷ്ഠത, ഹു എന്നുള്ളത് ശ്രേഷ്ഠത. ഇതിന്റെ ഓരോ ഫഹബിലേക്ക് വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശ്രേഷ്ഠത കൂടാണ്. അല്ല വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറഞ്ഞിരുന്നാല് ആ ആദ്യത്തിലുള്ള ആശയം മാത്രം, ആ മഅബൂദ് ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നുള്ള ആശയം മാത്രം ഉൾക്കൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠത എന്തുണ്ടാവും? അതിന്റെ കൂടുതൽ കൂടുതൽ അകക്കാമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഒരാൾ ഹു എന്ന് പറയുകയാണെങ്കിൽ അത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലുണ്ട്, അതുകൊണ്ട് അത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അങ്ങനെ തന്നെയാണത്. അറിഞ്ഞ് പറയുന്നതും അറിയാത്ത പറയുന്നതും വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്ന ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, അറിയുന്നവരും അറിയാത്തവരും സമമാകുമോ? അറിഞ്ഞ് പറയുന്നതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കണം. അറിയാത്ത ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിനേക്കാൾ അറിഞ്ഞുകൊണ്ട് അത് അറിവിന്റെ പദവികൾ കൂടുന്നതിനനുസരിച്ചിട്ട് യർഫഉല്ലാഹു അല്ലദീന ആമനു വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, പദവികളും അല്ലാഹുവിന്റെ അടുക്കൽ കൂടിയാണ്. അതിന് ശ്രേഷ്ഠത വർദ്ധിക്കും. ആ നിലക്കാണ് അള്ളാഹുക്ക് ശ്രേഷ്ഠത വർദ്ധിക്കുന്നത്. അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹിനേക്കാൾ എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് അള്ളാഹു. മനസ്സിലാവും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടുതൽ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെറിയ വാക്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിലുള്ള പരിശുദ്ധ കലിമയിലുള്ള അതിലുള്ള ലഫ്ള് എന്നുള്ള നിലക്ക് തന്നെയാണ് ഇവിടെ അള്ളാഹു അല്ലാഹ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പലതും പറയാം. നമ്മള് മഹാന്മാര് പറഞ്ഞതാണ്. നമ്മളെല്ലാവരും അംഗീകരിക്കും മഹാന്മാര് പറഞ്ഞതല്ലേ, അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരും അവരിഷ്ടത്തിന് പറഞ്ഞതല്ല. സൈനുദ്ദീൻ മഖ്ദൂം തന്നെ അല്ലെ, അദ്കിയ എന്നുള്ള കിതാബ് എല്ലാവരും കിട്ടുന്നതാണല്ലോ, അതിലുള്ളതല്ലേ അല്ലെ, അതിലുള്ളതല്ലേ. എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. എന്താണ് അതിൽ പറഞ്ഞത്? തീർച്ചയായും എല്ലാ ആരിഫീങ്ങളും ഐക്യപ്പെട്ടിരിക്കുന്നു, ഒത്തുസമ്മതിച്ചിരിക്കുന്നു. അവിടെ ഇജ്മാ ഉണ്ട് എന്നാണ് പറയുന്നത്. ആരുടെ? സാധാ പണ്ഡിതന്മാരുടേതല്ല, ആരിഫീൻ അള്ളാഹനെ അറിഞ്ഞവര്, അവരാണല്ലോ ദിക്റിനെ സംബന്ധിച്ച് പറയേണ്ടത്. അവരെല്ലാവരും ഒത്തുസമ്മതിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. മൂപ്പർ അവിശ്വസിക്കുന്നവർക്ക് അവിശ്വസിക്കാം. എന്നാ പിന്നെ മൊത്തം നമ്മളെ പലതിനും അതിൽ പ്രയാസം വരും. അത് ചെറിയ ആളല്ല, എല്ലാവരും അങ്ങേരും മഹാനാണ്. മൂപ്പര് കളവ് പറയില്ലല്ലോ. അല്ല, മൂപ്പര് കളവ് പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിട്ട് കുഴപ്പമൊന്നുമില്ല, ഞമ്മക്ക് നിങ്ങളിട്ട് സംസാരമില്ല. നമ്മളും നിങ്ങളും തമ്മില് എന്താണ് ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക, ഇത് നമ്മളും നിങ്ങൾ തമ്മിൽ പിരിയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് മൂപ്പര് കളവല്ല പറഞ്ഞ സത്യ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഓരോ ഈ എന്നോട് ആക്ഷേപം പറഞ്ഞ, എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഇതര ത്വരീഖത്തിലെ സഹോദരന്മാരോട് പറഞ്ഞു നമ്മളെല്ലാവരും ഒന്നാണ് അല്ലെ. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീഅത്തിന് അണുകിട വ്യത്യാസമില്ലാതെ
ആ ശരീരത്തിനെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ടു പോകുന്ന, അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അള്ളാഹിന്റെ മഅരിഫത്ത് വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയോട് കൂടി പോകുന്ന ത്വരീഖത്തുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളും നമ്മളും വഴി പലതും ആണെങ്കിലും നിങ്ങളും നമ്മളും ഒന്നാണ്. നമ്മളെല്ലാവരും മുസ്തഫ നബിത്തങ്ങളാണ്. നമ്മളെല്ലാവരുടെയും ബാധ്യത അവരെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കൽ നമ്മുടെ ലക്ഷ്യം. നമ്മൾ പല വഴികളിലൂടെയാണെങ്കിലും അള്ളാഹു പല വഴികളിലാണ്. ഒന്നാണ് നമ്മുടെ ലക്ഷ്യം. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. അവരാണിപ്പോ പല നിലക്കും വിമർശനം എന്റെ അടുക്കൽ പേഴ്സണലായിട്ട് പല വിധത്തിലും എന്നോട് സംസാരിച്ചത്. മാത്രമല്ല അത് അവർ പലരിലേക്കും അത് വ്യാപിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാവരും ഞാൻ പറയുന്നില്ല. എന്നാൽ ചില ആളുകൾ, അതായത് അതിനെ സംബന്ധിച്ച് അവഗാഹം ഇല്ലാത്തവരാവാം, അവരെ പ്രചരിപ്പിക്കണോണ്ട് എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വന്നതാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരാളെ വിമർശിക്കാനോ മറ്റോ ഇല്ല. നമ്മൾ പല വിഷയത്തിലും പണ്ഡിതന്മാരുടെ വിഷയത്തിലാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പണ്ഡിതന്മാരെ കേൾത്താനോ ഒന്നുമല്ല. മറിച്ച് ആ പണ്ഡിതന്മാരുള്ള ആദരവും അവരുടെ എല്ലാ ബഹുമാനവും എല്ലാം നിലനിർത്തിക്കൊണ്ട് സത്യം പറയുക എന്നുള്ള നിലക്ക്, ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ സത്യം പറയുക എന്ന നിലക്കാണ് ഞാൻ അതെല്ലാം പറഞ്ഞിട്ടുള്ളത്. അല്ല എന്റെ ഇഷ്ടത്തിനല്ല, അല്ല എനിക്ക് വേറെ നെഫ്സിന്റെ ഇച്ഛണ്ടായിട്ടൊന്നല്ല. സത്യങ്ങൾ ജനങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എനിക്കൊരു കടമയുണ്ടല്ലോ, ആ സത്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഇന്നതാണ് സത്യം എന്ന് അറിയിക്കൽ. അതുകൊണ്ട് മാത്രമാണ്. അല്ല ആരെയും എഴുത്തൂലല്ലോ ഒന്നുമല്ല. ഓരോ ത്വരീഖത്തും ഹക്കായ ത്വരീഖത്തും അതിന് ബൈഅത്ത് ചെയ്ത മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവര് കൊടുക്കുന്ന ദിക്റാണ് ആ മുരീദിന് അഫ്ളല്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അഫ്ളല് ആ ഷെയ്ഖ് മുരീദിന് തർബിയത്തിലായി കൊടുക്കുന്ന ദിക്റാണ്. മറ്റുള്ള ദിക്റിഞ്ഞ് മറ്റുള്ള ഇതര ത്വരീഖത്തുകളിൽ അവരുടെ സ്വലാത്തിനാലും ദിക്റിനായിട്ട് എന്തെങ്കിലും എത്ര പോടിച്ച് അവിടെ ഷെയ്ഖന്മാർ പറയുന്നുണ്ടെങ്കിലും ഈ ബൈഅത്ത് ചെയ്ത മുരീദിനെ സംബന്ധിച്ച് അവൻ ഏത് ത്വരീഖത്തിൽ ഹക്കായ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്തോ ആ ബൈഅത്ത് ചെയ്ത് ആ ഷെയ്ഖ് ആ മുരീദിന് കൊടുക്കുന്നതാണ് അവർക്ക് അഫ്ളലും, അവനക്ക് ഏറ്റവും ശ്രേഷ്ഠവും, അവർക്ക് ഏറ്റവും പ്രതിഫലവും. അവന്റെ പ്രതിഫലം അള്ളാഹു ആയിരിക്കണം എന്നൊക്കെ പറയാനുള്ളത്. അള്ളാഹുവിന്റെ കുറിപ്പും വസൂലായിരിക്കണം അവന്റെ പ്രതിഫലം, അവൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം. അല്ലേ? അങ്ങനെയാണ്. അല്ലാതെ നമ്മളൊരു പണ്ഡിതന്മാരെ അങ്ങനെയൊന്നുമല്ല. അപ്പോ ഹുസൈൻ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു മഹാനവറുകളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോഴും എന്തെല്ലാം വിവാദങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, വാട്സപ്പ് വഴി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് സംസാരിച്ചത്, ഈ ഗുലാമ സംസാരിച്ചത് അത് ഗസാലി ഇമാമിന്റെ വീക്ഷണത്തിൽ അത് നിഷിദ്ധമാണ്. പിന്നെ അതുപോലെ തന്നെ പലതും അതൊന്നും നമ്മൾ എതിര് പറയില്ല. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് സത്യം തന്നെയാണ്. അത് ജനങ്ങൾക്ക് സഹാബാക്കളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വിധത്തില് ഗസാലി ഇമാം എന്താ പറയാ ജനങ്ങളോട് ആ കർബലയെ വിശദീകരിക്കല് തെറ്റെന്നാണ്. അത് പറയാൻ പാടില്ല. ജനങ്ങൾക്ക് സഹാബാക്കളോട് എന്താ ചെയ്യാ ബഹുമാനപ്പെട്ട ഇമാം അമീർ മുആവിയ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ മോശമായ വിധത്തിൽ സംസാരിക്കുന്നവരുണ്ട്. അത് തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ് സംസാരിച്ചു വന്നിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗസാലി ഇമാം പറഞ്ഞതും. അത് ഇന്നും അങ്ങനെ പറയണമെങ്കിൽ തെറ്റെന്നാണ്, ഹറാമ് തന്നെയാണ്. സഹാബാക്കള് കാരണം ഇതിന്റെ നിജസ്ഥിതി അറിയാതാണ് പലരും വെറും ചരിത്ര പടുക്കളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. ഞാനങ്ങനല്ല. ഈ ഗുലാമ് ചെയ്യുന്ന ഈ ഫക്കീർ ചെയ്യുന്ന എന്റെ ഷെയ്ഖന്മാരിൽ നിന്ന് കിട്ടിയ ആശയം പറയുന്നത്. എന്റെ ഇതിന് മുന്നേയും ചെയ്ത വീഡിയോസ് ഉണ്ട്. അതിലൊന്നും ഞാന് ഒരു സഹാബികളെയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ആ സഹാബികളെ അവരിൽ തെറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവര് ഓരോ സഹാബി മുജ്തഹിദാണെന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. അവര് അവരുടെ വിഷയത്തിൽ ഹക്ക് തന്നെയാണ്. പക്ഷെ അവിടെ അതല്ല. അതിന്റെ ഒരു ആ സഹാബികൾക്ക് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിന്റെ സത്യം വെളിപ്പെടുത്തുമ്പോൾ എന്തിനാ സഹാബാക്കളിൽ ഒരു ആവശ്യം വരുന്നേയില്ലേ? എന്തിനാണ് അതവിടെ ഉൾക്കൊള്ളിക്കണ്? അവിടെ പറയേണ്ട കാര്യം തിരിക്കണ്? അവരെല്ലാം സത്യം ചെയ്തിട്ടുള്ളൂ. ഇമാം മുആവിയ റളിയല്ലാഹു ആണെങ്കിലും യസീദിന് ഭരണം കൊടുക്കുന്ന സന്ദർഭത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണം, പ്രത്യേകിച്ച് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ ബഹുമാനിക്കണം, ആദരിക്കണമെന്നും ആ അദ്ദേഹത്തെ യസീദിനെ ഉപദേശിച്ചുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു ഭരണം കൊടുക്കുന്നത്. അല്ലാതെ വേറെ ഒന്നല്ല. പിന്നെ മൂപ്പര് എന്ത് തെറ്റിയെന്നാ പറയുന്നത്? ഒരാള് പറയാം. അങ്ങനെ പറയല് ഹറാമെന്നാണ്. ആ വിധത്തിലുള്ള ആശയം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഈ കർബലയുടേത് പറയുമ്പോ അങ്ങനത്തെ ഒരു പറയാൻ പാടില്ല. ശരി തന്നെയാണ്. അതെല്ലാം നല്ല പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വിധവിയായ പ്രസ്ഥാനക്കാര് പല ആളുകളും, ഞാൻ അതും പേരൊന്നും എടുത്ത് പറഞ്ഞ എല്ലാവർക്കും അറിയാം, പല ആളുകളും ഹുസൈൻ റളിയല്ലാഹു ചെയ്തത് തെറ്റാണ് എന്നും
യസീദിന്റെ അടുക്കലാണ് ശരിയെന്നൊക്കെ പറയുമ്പോ അത് മനസ്സിന് അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒന്ന് പൊള്ളും. ഇന്ന് അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഷിയാക്കാണ് എന്നുള്ള പേടിയാണ്. ഷിയായി പോകുമോ, എല്ലാവരും എന്നെ ഷിയായിട്ട് മുദ്ര കുത്തുമോ എന്നുള്ള പേടിയാണ് പലരും സംസാരിക്കാനിരിക്കുന്നത്. അതെല്ലാം ഉസ്താദിമാം പറഞ്ഞത് ഷിയാക്കളോട് സാദൃശ്യമാകാൻ സാധ്യതയുണ്ട്. ഷിയാക്കളോട് സാദൃശ്യമാകുന്ന വിധത്തിൽ സംസാരിക്കരുത്, ശരിയാണ്. പക്ഷെ ഈ കർബലയുടെ രംഗം മുഹറം 10 വരുന്ന സന്ദർഭത്തിൽ ബിദഈ പ്രസ്ഥാനക്കാര് ഇതും കണ്ട് തുടങ്ങുകയാണ്. അവർ ബാക്കിയായി പറയുന്ന ഉള്ളിലൂടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇകഴ്ത്തുന്നുണ്ട്, അത് ശരിയല്ല എന്നുള്ള ആശയം അവരിൽ നിന്ന് വരുന്നുണ്ട്. അത് മുഹറം 10 അവർ പറയുമ്പോ ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം നടന്നു കഴിഞ്ഞാല് അത് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ അടുത്തതായി. അപ്പൊ അങ്ങനത്തെ കാലഘട്ടത്തില് മുഹറം 10 ബന്ധപ്പെടുത്തിയിട്ട് വിധേയികൾ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് മറ്റു വിഷയം, ഞാൻ കാരണക്കാരനില്ല. പക്ഷെ ഇവരിത് പ്രചരിപ്പിക്കുമ്പോൾ അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ എനിക്കത് സംസാരിക്കേണ്ടി വരും, അതിൽ തെറ്റ് തിരുത്തേണ്ടി വരും. അപ്പൊ അത് എന്തില്ല, അത് ഷിയാക്കളോട് സാമ്യാവും. ആ ദിവസത്തിൽ പോകുന്ന സാലിമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അതിലേക്ക് ഇത് വെക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾക്ക് ഇന്നത്തെ ടൈമിൽ എന്നെ അത് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് നമ്മളവിടെ പറയുന്നതാണ്. ആ ഷിയാക്കളോട് സാമ്യാവാനല്ല. എങ്ങനെ ഷിയാക്കള് ഞാനിങ്ങനെ കേട്ടു, ഏതോ ഒരു പണ്ഡിതൻ യാ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയാക്കളോട് സാദൃശ്യവും, അതുകൊണ്ട് അത് പാടില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അഹ്ലുബൈത്തിനെ സ്നേഹിക്കും ഷിയാക്കൾ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ്. അപ്പോ നമുക്ക് അഹ്ലുബൈത്തിനെ സ്നേഹിക്കാൻ പറ്റും അവരോട് സാദൃശ്യം വെച്ചിട്ട്? അങ്ങനെ പറ്റില്ല. മൻ തശബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും. ഏതൊരു ജനതയോട് സാദൃശ്യമായോ അവരിൽ പെട്ടവരാണ്. ഇവിടെ ഇന്ന് താടി വെക്കുന്നവർ അന്യമതസ്ഥർ താടി വെക്കുന്നുണ്ട്. അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ താടി വെക്കുന്നവരില്ലേ? അതുപോലെ തന്നെ നീളവസ്ത്രം, കന്തൂറ പോലെ ജുബ്ബ, നീളവസ്ത്രം ധരിക്കുന്നവർ, പ്രധാനമന്ത്രി മോഡി പോലും നീളവസ്ത്രം ധരിക്കുന്നത്. അതുകൊണ്ട് അവർ താടി വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി. അതുകൊണ്ട് ഇനി അവരോട് സാദൃശ്യം നമുക്ക് താടി വെക്കാതിരിക്കാൻ പറ്റും, നമുക്ക് നീളവസ്ത്രം ധരിക്കാതിരിക്കാൻ പറ്റും. സാദൃശ്യാവേണ്ടത് നിന്റെ നീയത്ത് എന്താണ്? അതാണ് നമ്മളിത് ഷിയാക്കളോട് സാദൃശ്യാൻ വേണ്ടി പറയുന്നതല്ല. ചില ഘട്ടങ്ങളിൽ അഫ്ളലുൽ ഇൽമുൽ ഹാൽ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അങ്ങനെ തന്നെ ആശയം വരുന്നൊക്കെ മാറ്റി റസൂൽ പറഞ്ഞിട്ടില്ലേ? അഫ്ളലുൽ ഇൽമുൽ ഹാൽ, ഇൽമിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവസരോചിതമായ അറിവാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ അഹ്ലുബൈത്തിനെ ഇകഴ്ത്തുന്ന വിധത്തിൽ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പ്രകീർത്തിച്ചോട് മുത്തുനബിയെ പറഞ്ഞ് ഇഷ്ടംപോലെ അത് ഞാൻ വിവരിക്കുകയാണ്. ഇതിന് മുന്നേ വിവരിച്ചിട്ടുണ്ട്. എത്രയോ ഹദീസുകൾ കാണാൻ സാധിക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് കൊണ്ടുപോയത്, എങ്ങനെയാണ് അവരെ ലാളിച്ചത് എന്നും ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമായ, അതുപോലെ തന്നെ സ്വർഗത്തിലെ യുവാക്കൾ നേതാവാണെന്ന് പറഞ്ഞതും അവരുടെ സംബന്ധിച്ച് അവർ ഷഹീദാവുമെന്നുള്ള ആദ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞതും എല്ലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഉണ്ടായിരിക്കെ നമ്മള് പരസ്യമായിട്ടില്ലെങ്കിലും രഹസ്യമായിക്കൊണ്ട് അവരെ ഇകഴ്ത്തുകയും അവർക്ക് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ അഖീദ തന്നെ പിഴച്ചു പോവുകയാണ്. ഇവിടെ അഖീദ പിഴക്കുന്നുണ്ട്. ഈ വിധേയ പ്രസ്ഥാനക്കാര് യസീദ് നല്ലവനാണ് എന്ന് പറയുമ്പോ ഇവിടെ അറിയാതെ കണ്ട അഖീദ പിഴച്ചു പോകുന്നു, വിശ്വാസം പിഴച്ചു പോകുന്നുണ്ട്. മുത്തുനബി സ്വർഗത്തിലെ നേതാക്കന്മാർ, യുവാക്കളെ നേതാക്കന്മാർ എന്ന് പറഞ്ഞ് ഈ മഹാന്മാർക്ക് തെറ്റുപറ്റി, അവിടെ മറ്റവർക്കാണ് ശരിയെന്ന് പറയുമ്പോ അവരുടെ പ്രശ്നമുണ്ട്. എന്നാ ശരി അങ്ങനെ അല്ലതാനും, അതല്ല ശരിയാണ്, ശരി അവർ പറയുന്നത് അല്ലതാനും. അപ്പൊ അവിടെ ഉമ്മത്തിന് തിരുത്തൽ അത്യാവശ്യമായി വരുമ്പോഴും മാത്രമാണ് ഇത് പറയുന്നത്. അല്ല ഒസാലിമാമിന്റെ വാക്ക് ശരി തന്നെയാണ്, അവർ പറഞ്ഞത് ശരി തന്നെയാണ്. അത് ഏത് എഴുത്തിമാറാണ് ഒസാലിമാവ് പറഞ്ഞതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. സംഭവം വെളുത്ത വരയിൽ കറുത്ത എഴുതും മഹാന്മാർ എഴുതുമ്പോൾ അത് ഓരോ കാലഘട്ടത്തിൽ അത് അവസരോചിതമായി പറഞ്ഞ പല കാര്യങ്ങളുണ്ടോ. അത് ആ കാലഘട്ടത്തിൽ പറഞ്ഞ അതേ വിഷയം ഇന്ന് നിലനിൽക്കുമ്പോ അതും ഇത് കരണീയം തന്നെയാണ്. പക്ഷെ ഈ ഘട്ടത്തിൽ നമ്മളിവിടെ തിരുത്തൽ അത്യാവശ്യമായി വരികയാണ്. അത് ഷിയാക്കളോട് ഇത് ചെയ്യല്ല, ഷിയാക്കളോട് താരതമ്യം ചെയ്യല്ല. അതിന് നമുക്ക് പറയാനുള്ള മറുപടി നമ്മളുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ് പറയാനുള്ളത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തിനെ വല്ലാതെ പുകഴ്ത്തിലും സ്നേഹിക്കും ആദരവും ചെയ്തിരുന്ന മഹാനാണ്. അത് കണ്ട അന്നത്തെ ചില ആളുകൾ പറഞ്ഞു ഇമാം ഷാഫി റാഫിളി ആയിരിക്കുന്നു. ഷിയാക്കളിലുള്ള ഒരു പ്രധാന വിഭാഗമാണ് റാഫിളിയാക്കൾ. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ പറ്റി ഇമാം ഷാഫി റാഫിളി ആയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നവര്
അഹ്ലുബൈത്തിനെ സ്നേഹിക്കൽ കൊണ്ട് എന്റെ റാഫിലി എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമനാണ് ഞാൻ. അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്ന ആളാണ്. അതിന്റെ പേര് റാഫിലി ആണെങ്കിൽ ആയിക്കോട്ടെ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു മഹാനവർ റാഫിലി അല്ല. പക്ഷെ റാഫിലി അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നവരാണ് റാഫിലി എങ്കിൽ ഞാനും റാഫിലിയാണ് എന്നുള്ള ആശയം ബഹുമാനപ്പെട്ട ഇമാം ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. അതാ അവർക്ക് നമുക്ക് മറുപടി പറയാനോ. എന്താ പ്രചരിപ്പിക്കുന്നത്? ഈ ഭരണകർത്താക്കൾക്കെതിരെ സമരം ചെയ്യൽ, അത് ഭരണകർത്താവ് ഫാസിഖായാലും അവർക്കെതിരെ സമരം ചെയ്യൽ തെറ്റാണ്, അത് പാടില്ലാത്തതാണ്. അപ്പോൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു യസീദിനെതിരെ സമരം ചെയ്തത് തെറ്റാണ് എന്നാണ് വാദിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ആരാ പറഞ്ഞു മക്കളെ? നമ്മളെ നേതാവായ ഇമാം ഹുസൈൻ റളിയല്ലാഹു നമ്മളെ നേതാവ് മാത്രമല്ല, എന്റെ ശൈഖും കൂടിയാണ്. ഖാദിരിയ ചിശ്തിയ ത്വരീഖത്തില് നമ്മൾ ഈ സരണി പോകുന്നത് ഇമാം സയ്യിദുന ഹുസൈൻ ബിൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിലൂടെ, ഹുസൈൻ റളിയല്ലാഹുവിലൂടെ അലി റളിയല്ലാഹുവിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹസൻ ബസ്രി റളിയല്ലാഹുവിലൂടെ അലി റളിയല്ലാഹുവിലേക്ക് എത്തുന്നുണ്ട്. ആ വിധത്തിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ശൈഖും കൂടിയാണ്. ഇത് ഷിയാവൊന്നുമില്ല. ഷിയാക്കളുടെ ആശയം എവിടെ കെടുക്കുന്നത്? നമ്മൾ സുന്നികളല്ല. അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ സുന്നിസത്തിന് പുറത്തു പോലെ എങ്ങനെ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തെ സ്നേഹിക്കുന്നവരാ സുന്നി. ഇന്ന് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഷിയാക്കൾ, ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ആരെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അവരും പാപിയായി മാറുന്ന വിധത്തിലാണ് സുന്നികൾ പോലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുകയാണ്. മനസ്സിലാവുന്ന? അങ്ങനെയല്ല. അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നവൻ സുന്നിയാണ്. പക്ഷെ ഷിയാവൂലെ നമ്മളിന്ന് ഷിയാക്കൾ ഒരാശയം നമ്മളെടുത്തുണ്ടാവൂല സുന്നികളുടെ അടുത്ത്. ഇനി ആരെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, അത് വിഷയവുമല്ല. നമ്മുടെ നേതാവായ ഹുസൈൻ റളിയല്ലാഹുവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആദരിച്ച പേരിൽ ഇനി ഷിയ പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ നോക്കും. അതുകൊണ്ട് നമ്മളെ ഈമാനും അഖീദയും നമ്മളെ അടുക്കലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഹുസൈൻ റളിയല്ലാഹു സമരം ചെയ്തു. എവിടുന്ന് കിട്ടി ഈ ചരിത്രം? തീരെ മനസ്സിലാവണില്ല. അങ്ങനെ ചരിത്രവും ഇല്ല. ഇതിനു മുന്നേ ഞാൻ ഹുസൈൻ റളിയല്ലാഹു കർബലയിൽ ഉള്ള രക്തസാക്ഷിത്വം എന്നുള്ള പേരിൽ ഒരു വീഡിയോ ഇതിൽ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആരും നമ്മൾ വീഡിയോ വായിച്ചാലല്ലേ അറിയുള്ളൂ. ഹുസൈൻ റളിയല്ലാഹു ഒരിക്കലും സമരം ചെയ്യാൻ പോയതല്ല. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു യസീദ് സംഭവം പല ഗുണങ്ങളോ അല്ലെങ്കിൽ വേറെ നന്മയോ യസീദ് ഉണ്ടാവട്ടില്ലാതെ അതൊന്നും നമ്മൾ പറയണില്ല. മനസ്സിലാവുന്നത്? അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. ഇവിടെ യസീദിൽ നിന്ന് യസീദ് സഹാബിയല്ല, യസീദ് താബിയാണ്. യസീദിന്റെ ഗുണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിൽ രക്ഷപ്പെടാൻ മാർഗങ്ങൾ ഉണ്ടായിക്കോട്ടെ. എന്നൊന്നും ഇതിന് പറഞ്ഞില്ല. മൂപ്പര് നരകത്തിലാണ് നമ്മൾ പറയുന്നില്ലല്ലോ. മൂപ്പര് നമ്മൾ ലാനത്ത് ചെയ്യുന്നില്ലല്ലോ. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒന്ന് പറഞ്ഞത് യസീദിനെ ലാനത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ ലാനത്ത് ചെയ്യുന്നില്ലല്ലോ. അവർ സ്വർഗത്തിലാണ്, അവർ നരകത്തിലാണ് നമ്മൾ പറയണില്ലല്ലോ. അതൊന്നും നമ്മൾ പറയാൻ തയ്യാറല്ല. മനസ്സിലാവുന്ന? ഇവിടെ വിഷയം അതല്ല. അദ്ദേഹത്തിന് ചില സ്വഭാവങ്ങൾ, ജനങ്ങൾക്ക് പ്രയാസപ്പെടുത്തുന്ന, ക്രൂരമായി ജനങ്ങളോട് പെരുമാറുന്ന, ദുനിയാവിന്റെ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ദീനിന്റെ യഥാർത്ഥ സിഗ്നൽസിനെ ഇല്ലാതാക്കുന്ന വിധത്തിലും ജനങ്ങളെ മർദ്ദിച്ച് പ്രയാസപ്പെടുന്ന ഹക്കും ബാത്തിലും നോക്കാതെ ജനങ്ങളുടെ മേല് വിധി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ജനങ്ങളിൽ പലരും അവരെന്ത് ചെയ്തു? കൂഫയിലുള്ള പലരും അവരെന്ത് ചെയ്തു? അത് തയ്യാറായില്ല. നിങ്ങളെ എന്ത് ചെയ്യില്ല, ബയ്യത്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല, അത് മാറി നിൽക്കുക ചെയ്തത്. അല്ലാതെ പ്രതിജ്ഞ ചെയ്ത ആളാണെങ്കിൽ അവരുടെ ഭരണകർത്താവായി അദ്ദേഹം ഭരണകർത്താവാക്കാൻ തന്നെ ജനങ്ങൾ തയ്യാറായിട്ടില്ല. ഇവിടെ ഹുസൈൻ റളിയല്ലാഹു അദ്ദേഹത്തോട് പ്രതിജ്ഞ ചെയ്തിട്ടേ ഇല്ല. നല്ല ഭരണകർത്താവ് അവര്. ഈ കൂഫയുള്ള ജനങ്ങളും പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറല്ല. മറിച്ച് ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിനോട് അവർ പറഞ്ഞെന്താ, നിങ്ങൾ വരാൻ നിങ്ങളെ കൈകൾ പ്രതിജ്ഞ ചെയ്തോളാം, നിങ്ങളെ ഞങ്ങൾ അമീറാക്കിക്കോളാം, ഇവരുടെ കൈക്ക് ഞങ്ങൾ ബയ്യത്ത് ചെയ്യൂല. എന്നിട്ടും ഹുസൈൻ റളിയല്ലാഹു അതിനും തയ്യാറായില്ല. കുറെ അതിൽ വിവരിച്ചിട്ടുണ്ട് മുന്നുള്ള വീഡിയോയില്. പ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മേൽ, ആ മക്കയിൽ ഉണ്ടായിരുന്ന മഹാന്മാരായ സഹാബാക്കളുടെ മേൽ പ്രതിജ്ഞ ചെയ്യിപ്പിക്കണം, നിർബന്ധം ചെയ്യിപ്പിക്കണം എന്ന് യസീദ്
കൽപ്പിച്ചപ്പോഴാണ്, വേറെ ആളോ ഗവർണറെ പറഞ്ഞയച്ചപ്പോഴാണ് മക്കയിലുള്ള പ്രധാനപ്പെട്ട ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പോലെയുള്ള പല മഹാന്മാരും എന്ത് ചെയ്തു, മക്കയിൽ നിന്ന് മാറി മദീനത്തേക്ക് പോയത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു മാറി പ്രതിജ്ഞ ചെയ്യണേന് ഇതിൽ ഇപ്പൊ ചെയ്യരുത് വെച്ചിട്ട്. ഇവരൊന്നും പ്രതിജ്ഞ ചെയ്തിട്ടില്ല, ഈ മഹാന്മാരായ സഹാബാക്കളൊന്നും. ചിലർ പറഞ്ഞു ഹുസൈൻ റളിയല്ലാഹു അൻഹു സഹാബാക്കൾ വരെ തടഞ്ഞതല്ലേ, സമരം ചെയ്യരുത് എന്ന് പറഞ്ഞ് തടഞ്ഞതല്ലേ എന്ന്. ഈ തടഞ്ഞ സഹാബാക്കൾ ആരും യസീദുമായി ബൈഅത്ത് ചെയ്യാൻ തയ്യാറാവാതെ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നവരായിരുന്നു കാര്യം വിട്ടുപോകരുത്. അവരൊന്നും പിന്നെ തടഞ്ഞത് എന്തിനാ? സമരം ചെയ്യുന്നതിനല്ല. സമരം ചെയ്യാൻ പോയിട്ടില്ലല്ലോ, എന്നെ തടയാ? പോണെങ്കിലല്ലേ തടയുള്ളൂ. ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയിട്ടില്ല. അവിടെ ഇൽമും കാര്യങ്ങളും തെർബിയത്തുമായി ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ ഉപ്പയായ അലി ഖറാർ അലിയാർ തങ്ങളിൽ നിന്നും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിന്നും കിട്ടിയ ആ മാരിഫത്തും തെർബിയത്തും കൊടുത്തുകൊണ്ടിരിക്കുക. മക്കയിലെ ആളുകൾ അവരുടെ അടുക്കലേക്ക് സഹവാസത്തിന് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ഇടെ ഒരു കത്തല്ല 150ഓളം കത്തുകൾ വന്ന് നിർബന്ധിച്ചപ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പോവാൻ തയ്യാറാണ്. സമരത്തിനല്ല. അവിടെ ആ മത നേതൃത്വം ഇല്ലാത്തൊരു ഭരണം വന്നു കഴിഞ്ഞാൽ മതം തന്നെ മൊത്തം മുത്തുനബിയുടെ ഈ അല്ലാഹു തആല മുത്തുനബിയിലൂടെ എവിടേക്ക് എത്തിയ ഈ മതം തന്നെ ഇല്ലാതായി പോകുമോ? കാരണം ഈ വരുന്ന ഈ തലമുറ തന്നെ മതത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഒരു മത നേതൃത്വം കിട്ടണം എന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ അതിനുവേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു പോവാണ്. യസീദിനോട് സമരം ചെയ്യാനല്ല പോയത്. ഇത് ശരിക്കും ഇത് മനസ്സിലാകുന്നത് വളച്ചൊടിച്ച് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവണില്ല ഇവരുടെ ഉദ്ദേശം. അങ്ങനെ പോകുമ്പോൾ സഹാബാക്കൾ തടഞ്ഞത് എന്തിനാണ്? സഹാബാക്കൾ പറഞ്ഞ വാക്കുകൾ അസറിൽ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ പോയാൽ കൂഫക്കാരെ വിശ്വസിച്ചു പോകേണ്ട, അവര് വാക്ക് പാലിക്കാത്ത ആളുകളാണ്, ഇറാഖിലുള്ള ആളുകൾ. നിങ്ങൾ അവർ നന്മ ഉദ്ദേശിച്ചാണ് പോണെങ്കിലും അവര് നിങ്ങൾക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. അവര് ഈ യസീദിന്റെ കൂടെ കൂടിയിട്ട് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പോലെ അവർ മടി കാണിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവേത് പോകരുത്. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. തടഞ്ഞത് അതിനാ തടഞ്ഞത്. ഇവര് വാക്ക് പാലിക്കൂല. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കുടുങ്ങരുത്. സമരത്തിനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പോണെങ്കിൽ 72 ആൾക്കാരായിട്ടാ പോവാ. ഈ 72 അധികവും കുടുംബക്കാരല്ലേ. സമരത്തിനാ യുദ്ധത്തിനാ പോണെങ്കിൽ അവിടെ എത്ര ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടാവും? ഹുസൈൻ റളിയല്ലാഹു അൻഹു വിളിക്കൂല, യുദ്ധത്തിന് എല്ലാവരും പോവില്ലേ? സമരത്തിനാ ഇത് ആരാ പോണത്? വെറും 6 മാസം മാത്രമുള്ള അലി അസ്ഗർ റളിയല്ലാഹു അൻഹു, മഹാനായ അതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ കുട്ടി അല്ലെ, ആ മുലകുടി പ്രായം പോലും ആ കുട്ടിയും കൂടി ഉണ്ട്. സ്വന്തം ഭാര്യ, പെങ്ങള്, കുടുംബക്കാരിട്ടാ പോണത്. എന്തിനാ? അവിടെ താമസിക്കാൻ ബൈഅത്ത് ചെയ്ത് കൊടുത്ത് അവര് ബൈഅത്ത് ചെയ്യുമ്പോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടേ? അതിനാ പോണ. യുദ്ധത്തിനാണെങ്കിൽ കുട്ടി കൂട്ടുകുടുംബാദികളായിട്ട് പോവോ? ആരെങ്കിലും ആരും പോകില്ലല്ലോ. കുഞ്ഞുട്ടിനെ പോകാൻ യുദ്ധത്തിന് സമരത്തിന് പോകല്. ഒരിക്കലും സമരത്തിന് പോകുന്ന ആള് ചെറിയ കുട്ടിയായിട്ട് പോകില്ലല്ലോ. ഈ 6 മാസം മാത്രം പ്രായമുള്ള അലി അസ്ഗർ എന്ന തന്റെ സ്വന്തം ചെറിയ കുഞ്ഞുമായിട്ട്, മുലകുടി പ്രായം മാറാത്ത കുഞ്ഞുമായിട്ട്, തന്റെ ഭാര്യ, പെങ്ങൾ, സ്വന്തം കുടുംബക്കാരുമായിട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ കൂഫയിലേക്ക് പോകുമ്പോൾ അത് യുദ്ധത്തിനാണ്, സമരത്തിനാണ് പോണത് എന്ന് പറയുന്ന ആളുകളെ തൊലിക്കട്ടി വല്ലാത്തത് തന്നെയാണ്. സമരത്തിന് പോവുകയാണെങ്കിൽ ഇങ്ങനല്ല പോവുക. അത് യുദ്ധത്തിന് ആളുകൾ ഈ 72 ആളുകളായിട്ടല്ല പോവുക. എത്രയോ ആളുകൾ കിട്ടവരൊക്കെ ആയിട്ട് യുദ്ധത്തിന് പോവുക. അപ്പൊ സമരത്തിനല്ല പോയതെന്ന് അത് തന്നെ പോലെ തെളിവ്. ബൈഅത്ത് ഇവർക്ക് വേണ്ടി ഇവര് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ നേതൃത്വം ഏറ്റെടുക്കാൻ, മത നേതൃത്വം ഏറ്റെടുക്കാൻ പോവുക. ഇനി അവിടെ എത്തി അപ്പോഴൊന്നും ഇവര് ആരോട് ബൈഅത്ത് ചെയ്തിട്ടില്ല. ഇബ്നു സിയാദിനോടോ യസീദിനോടോ അവരാരും ബൈഅത്ത് ചെയ്തിട്ടില്ല. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഇവര് കൂറുമാറിയിട്ടുണ്ട്. ഇവരെല്ലാം പിന്നീട് ഇവരെത്തുമ്പോഴത്തിന് ഇബ്നു സിയാദ് ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ പലരെയും കൊന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച മുസ്ലിമിനെ അഖീൽ റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹം വധിച്ചു. ഇബ്നു സിയാദ് വധിച്ചു. അബ്ദുല്ല എന്നവരെ വധിച്ചു, അല്ലേ? ഫൈസ് എന്നവരെ വധിച്ചു. അതോടുകൂടി ഭീഷണി തങ്ങളുടെ ജീവൻ പോകുന്നു മനസ്സിലായപ്പോ അവരെല്ലാവരും ഇബ്നു സിയാദുമായി ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർ മറ്റൊരു ബൈഅത്തിന് നിൽക്കൂല. അത് വിപ്ലവമാണ്, തെറ്റാണ്. അതുകൊണ്ട് അവിടെ ബൈഅത്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകാൻ തയ്യാറാവച്ചു. പക്ഷേ അവ ഇബ്നു സിയാദ് വിട്ടില്ല. ഇബ്നു സിയാദ് പറഞ്ഞ് തിരിച്ചു പോകാൻ പറ്റില്ല, നിങ്ങൾ യസീദുമായി ബൈഅത്ത് ചെയ്യണം, യസീദുമായി ബൈഅത്ത് ചെയ്യണം. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ യസീദുമായി ബൈഅത്ത് ചെയ്യില്ല. കാരണം അത് ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ
അഹ്ലു ബൈത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരക്കുട്ടി അല്ലെ, മാത്രമല്ല ദീനിന്റെ എല്ലാവിധ എല്ലുമുതുള്ള ഇവർക്ക് ബയ്യത്ത് ചെയ്ത് കൊടുത്ത ജനങ്ങൾക്കെല്ലാം ഇവന്റെ ഇവർ ചെയ്യുന്ന എന്താ പറയാ ഈ മതത്തിന്റെ സിമ്പിൾസ് ഒക്കെ നീക്കിക്കൊണ്ട് ദുനിയാവിന് പ്രാധാന്യം ചെയ്ത് കൊണ്ടുപോകുന്ന ഈ അവസ്ഥയിൽ ജനങ്ങളെല്ലാം ഒരുമിക്കും. അവസാനം പിന്നെ കുറച്ച് ദീനുണ്ടാവില്ല. അതുകൊണ്ട് ബയ്യത്തിന് തയ്യാറല്ല, ഞാൻ തിരിച്ചു പോവാണെന്ന് പറഞ്ഞു. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അഭിമാനത്തോട് കൂടിയിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാതെ കെഞ്ചൊന്നല്ല ചെയ്തത്. അതിന്റെ ആവശ്യം അവർക്കില്ല. മനസ്സിലാവുണ്ടാവും. അവർ കെഞ്ചൊന്നല്ല ചെയ്തത്. അവർ പറഞ്ഞു, ഒന്നിൽ ഞാൻ തിരിച്ചു പോവാം, നിങ്ങളോട് യുദ്ധത്തിന് തയ്യാറില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു. യുദ്ധത്തിന് തയ്യാറില്ല എന്നാ പറഞ്ഞത്. കാരണം എന്താ? അത് ശരിയല്ല. അങ്ങനെ യുദ്ധം ചെയ്യൽ ശരിയല്ല. അതല്ല, എന്നെ നാട്ടിലേക്ക് നിങ്ങൾ വിടുന്നില്ലേ, ഞാൻ അയൽ രാജ്യത്തേക്ക് പോക്കോളാം. പക്ഷെ അവര് ഇബ്നു സിയാദ് പറഞ്ഞത് കിട്ടിയ ചാൻസ് അഞ്ഞി വിടാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ യസീദുമായി ബൈഅത്ത് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം നിർബന്ധിച്ചു. അങ്ങനെ അവരാ സമരത്തിന് തയ്യാറായത്. നിർബന്ധിപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിച്ചതാണ്. അവരാ തയ്യാറായത് യുദ്ധത്തിന്, അവരാ സമരത്തിന് തയ്യാറായത്. ആ സന്ദർഭത്തിലാണ് ഉസ്മാനുള്ളാഹി എന്ത് ചെയ്യണത്? യുദ്ധം ചെയ്യുന്നത്. ദീനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോഴും യസീദുമായി ബൈഅത്ത് ചെയ്ത് ജീവൻ അവർക്കറിയാം. 72 ആളുകളുമായിട്ട്, ഈ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും, ഇവരുമായിട്ട് എന്ത് യുദ്ധം ചെയ്യാൻ, എങ്ങനെ ആയാലും ജീവൻ പോകുന്നവർക്ക് അറിയാം. ഷഹാദത്ത് റസൂൽ ആദ്യം പറഞ്ഞതും അവർക്കറിയാം. പിന്നെ അവരെന്തിനാണ് അത് ചെയ്തത്? അവൻ യസീദുമായി ബൈഅത്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാവിധമായ സുഖവും എല്ലാവിധമായ സ്ഥാനമാനം കൊടുത്ത് തിരിച്ചയക്കും. പക്ഷെ ദീനിനെ നിലനിർത്താൻ വേണ്ടി തല പോയാലും വേണ്ടില്ല, ഞാൻ കൈ കൊടുക്കൂല എന്നുള്ള അർത്ഥം നിന്നത്. അതല്ലേ ഖാജാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലെ? ആ കവിതയിൽ പറഞ്ഞത് സെർദാദ് അവർ തല കൊടുത്തു, അവർ കൈ കൊടുത്തില്ല. യസീദിന്റെ കൈക്ക് അവർ കരം കൊടുത്തില്ല, പക്ഷെ തല കൊടുത്തു. ഹുസൈൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണിച്ച് നിലനിർത്തിയവരാണ് ഹുസൈൻ എന്നാണ് മഹാനായ ഖാജാ റളിയല്ലാഹു അൻഹു. അപ്പൊ എന്താ അവിടെ നിന്ന് മനസ്സിലായത്? ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിൽ നിന്ന് നമ്മളെ ഇന്നത്തെ ഇത്ര കാലഘട്ടം, വളരെ അടുത്ത കാലഘട്ടമാണ് ഖാജാ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഷഹാദത്തും മറ്റും. അവര് പറയാണ് യസീദുമായി ബൈഅത്ത് ചെയ്തില്ല, അല്ല ഇബ്നു സിയാദുമായിട്ടല്ല ബൈഅത്തിന് പ്രേരിപ്പിച്ചത്, യസീദുമായിട്ടല്ല ബൈഅത്ത് പ്രേരിപ്പിച്ചത്. യസീദുമായി ബൈഅത്ത് ചെയ്തില്ല, പക്ഷെ തല കൊടുത്തു. അപ്പോ സമരം ചെയ്തതല്ല, ആവശ്യമായപ്പോൾ എന്ത് ചെയ്ത് യുദ്ധം ചെയ്തതാണ്. അതാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, യസീദ് ചെയ്ത തെറ്റൊന്ന് ഇബ്നു സിയാദിനെ പോലുള്ള ക്രൂരനെ എന്ത് ചെയ്തു? അവിടെ സ്ഥലം മാറ്റിച്ചു. മാത്രമല്ല, അവര് നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിലാണ്, ആ ഒരു രീതിയും സ്വഭാവമുള്ള ആളാണ് യസീദ് എന്ന് ജനങ്ങൾക്കും അറിയാം, ഹുസൈൻ റളിയല്ലാഹു അറിയാം, പ്രധാനികളായ സഹാബാക്കൾക്കും അറിയാം. അതുകൊണ്ട് അവരൊന്നും ബൈഅത്ത് ചെയ്യാതെ തുടക്കത്തിൽ മാറി. മനസ്സിലാവും. അല്ലെങ്കിൽ അഹ്ലുൽ ബൈത്തിനെ നിർബന്ധിച്ച് ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നതിന്റെ മനസ്സിലായില്ല. അത് മുആവിയ റളിയല്ലാഹു അൻഹു, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അവര് യസീദിനോട് പറഞ്ഞ ആ കരാറുകളിൽ യസീദ് കാറ്റിൽ പെറുത്തി എന്ന് മാത്രം. ശരിയൊക്കെ, ബാക്കി നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് ചർച്ച ഇവിടെ വിഷയമില്ല. യസീദിനെ സംബന്ധിച്ച് ലാനത്ത് ചെല്ലുന്ന അവസ്ഥ നമ്മൾ സുന്നികൾക്കില്ല, നമ്മൾക്ക് ആർക്കും ഇല്ല. മനസ്സിലാവുന്ന അവര് നരകത്തിലാണെന്ന് പറയാൻ നമ്മൾ തയ്യാറില്ല. പക്ഷെ ആ കർബല യുദ്ധത്തിൽ യസീദിന് തെറ്റുപറ്റിയിരിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു സത്യത്തിന്റെ ഭാഗത്ത് തന്നെയാണ്. ഈ ആരോപണം ഹുസൈൻ റളിയല്ലാഹു സംബന്ധിച്ചുള്ള ആരോപണങ്ങള് ഇന്ന് ചില ഉസ്താദുമാരും ചില വിദ്യാർത്ഥികളും പറയുന്ന ആരോപണങ്ങൾ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മേലെ ചൂണ്ടുന്ന, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മേലെ വ്യംഗ്യഭാഷയിലെങ്കിലും പരസ്യമായിട്ടുള്ള വ്യംഗ്യഭാഷയിലെങ്കിലും ഹുസൈൻ റളിയല്ലാഹു ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നവർക്കൊരു മറുപടി തന്നെയാണ് പറയുന്നത്. അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, അവർക്കാ തെറ്റ് പറ്റിയത്, അല്ലാതെ നമ്മുടെ ഹുസൈൻ റളിയല്ലാഹു ഒരു തെറ്റും പറ്റിയിട്ടില്ല, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. അതിന് വ്യംഗ്യഭാഷയിലെങ്കിലും ഹുസൈൻ റളിയല്ലാഹുവിനെ ഇകഴ്ത്തുന്ന വിധത്തിൽ സംസാരിക്കുകയും അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കുമാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്. 1000 പ്രാവശ്യം പറയും അതിന് നിങ്ങൾ എന്നെ ഷിയ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല. അങ്ങനെ വശാക്കന്മാർക്കും പ്രശ്നമില്ല. ഞങ്ങൾ സുന്നികളാണ്, അത് വേറെ വിഷയം. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഒന്ന് പോവാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സത്യത്തെ പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇതേപോലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത്. അത് കിബറാണെന്ന് ആരും വിചാരിക്കും. എന്താ മൂപ്പർ ഒച്ചക്ക് സംസാരിക്കണത്, എന്താ അത് എന്റെ ഒരു ഹസലത്താണ്.
ഒച്ചട്ട് സംസാരത്തിലെ ഗൗരവമായ വിഷയം വരുമ്പോ ഇന്റെ ശൈലി ഇങ്ങനെ, അത് എന്റെ ഒരു പ്രകൃതി, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് കിബർ നിങ്ങൾ പറയണേ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഗുണമാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി കിബർ ഇല്ല എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ഇത് കിബറായിട്ട് പറയണതല്ല. അള്ളാഹു നമുക്ക് എല്ലാവരും വിനയം നോക്കട്ടെ. ചുരുക്കം പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിനോടനുബന്ധിച്ച് വിഷയം പറഞ്ഞ അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് അഫ്ളല്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് ഇല്ലല്ലാഹ് എന്നുള്ളതും അല്ലാഹു അല്ലാഹ് എന്നുള്ളതും മറ്റും. അൻഫാസിയ ദിക്ർ അത് ഞാൻ പറഞ്ഞതല്ല, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതാണ് എന്നാണ് ഞാൻ പറയുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് പറയുന്നത്. അജ്ഖദ് അജ്മഅൽ ഉറാഫു ജുല്ലുഹുൻ അല. അത് ഏത് കാലഘട്ടത്തിൽ ആരിഫ്യങ്ങളെ സംബന്ധിച്ച മഹാനവറുകൾ പറയുന്നത്, അവർ കളവ് പറയാ, അവർ സത്യം പറഞ്ഞത്. അത് ആരെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലുള്ള ആരിഫ്യങ്ങൾ ഒത്തു സംബന്ധിച്ചിരിക്കുന്നു. എന്താണ്? മേലായ അല്ലാഹു തആലയുടെ ത്വാഅത്തുൽ ഏറ്റവും ശ്രേഷ്ഠമായത്, വഴിപാടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ എന്താണ്? ഹിഫ്ദുൽ അൻഫാസിൻ, ശ്വാസങ്ങളെ സൂക്ഷിക്കലാണ്. യകൂനു ഖുറൂജുഹാ വ ദുഖൂലുഹാ, അത് പുറപ്പെടുന്ന സന്ദർഭത്തിലും അത് പ്രവേശിക്കുന്ന സന്ദർഭത്തിലും ബില്ലാഹ്, അല്ലാഹ് എന്നുള്ള നാമം കൊണ്ട്. കണ്ടു, അല്ലാഹ് എന്നുള്ള നാമം കൊണ്ട് ശ്വാസങ്ങളെ സൂക്ഷിക്കലാണ് ത്വാഅത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ എന്റെ സ്വന്തം പറഞ്ഞതല്ല. ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞ് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വരുമ്പോൾ പരസ്യമായിട്ട് അങ്ങനെ പറയണില്ലെങ്കിലും അതല്ല ശരിയെന്ന് പറയുമ്പോൾ അതിന് വിശദീകരണം കാരണം അവരെ തെറ്റിദ്ധാരണ മാറ്റണം. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, ആരിഫ്യങ്ങൾ പറഞ്ഞത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതാണ്. അതും ആ ആരിഫിൽ ഒത്തു സമ്മതിക്കാനുള്ള കാരണം ഇതാണെന്ന് പറഞ്ഞ് ഞാൻ വിശദീകരിക്കാം. അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റാണ് അഫ്ളൽ എന്ന് പറഞ്ഞതിനെതിരായിക്കൊണ്ടല്ല ആ ആരിഫ്യങ്ങൾ ഈ ഇതിനെ പറഞ്ഞു. കാരണം ഈ ശ്വാസത്തിൽ അല്ലാഹ് എന്നുള്ള നാമം കൊണ്ട് സൂക്ഷിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ ആയതുകൊണ്ടാണ്. പക്ഷെ എന്താണ്, അത് സിമ്പിളുമാണ്. അല്ലാഹു അല്ലാഹ് എന്നുള്ളത് എന്താണ്, വളരെ സിമ്പിളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ശ്വാസത്തിൽ ചെയ്യുന്നതിനേക്കാൾ അല്ലെ ഖൽബിൽ നടത്തുന്നതിനേക്കാൾ ഏറ്റവും സിമ്പിളാണ് അല്ലാഹു അല്ലാഹ് എന്നുള്ളതാണ്. ചിശ്തി ഖാദിർ ത്വരീഖത്തിലത്തെ ഈ അൻഫാസിയ ദിക്ർ അതാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അതിലുള്ള ആളാണ്. അതുകൊണ്ട് മഹാനവറുകൾ അത് പറഞ്ഞു. മാത്രമല്ല മഹാനവറുകൾ ആരിഫ്യങ്ങളൊക്കെ സംബന്ധിച്ച കാര്യമായി പറഞ്ഞത് അല്ലാഹ് എന്നുള്ള നാമം കൊണ്ട് അൻഫാസിയ ദിക്ർ ശ്വാസത്തിൽ ദിക്ർ നടത്തുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്തിന്റെ ശ്രേഷ്ഠതയുണ്ട്? അപ്പൊ അൻഫാസിയ ദിക്ർ അല്ലാഹു അല്ലാഹ്ക്ക് ശ്രേഷ്ഠതയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശ്രേഷ്ഠതയുള്ളത് എന്നുള്ള ഒരു വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും കെലിമയുടെയും ശ്രേഷ്ഠത റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിനെ വെച്ചുകൊണ്ട് അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കൽ ഒരു ദുരുദ്ദേശമുണ്ട്. അപ്പൊ അതിനെ ഞാൻ എന്ത് ചെയ്തതാണ്, ആ ദുരുദ്ദേശം വേണ്ട, അവിടെ അതല്ല ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. കാരണം എന്താ, അത് സത്യം പറഞ്ഞതാണ് ഞാൻ. അങ്ങനെ പറയുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നു, നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട്. അൻഫാസിയ ദിക്ർ അല്ലാഹു അല്ലാഹ് എന്നുള്ള ദിക്ർ ദൂരിശയിൽ കൊടുക്കുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠത ഞങ്ങൾ കൊടുക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ശ്വാസത്തിലുള്ള ദിക്റാണ് ശ്രേഷ്ഠത എന്ന് പറയുമ്പോ അതങ്ങനെ പ്രചരിപ്പിക്കേണ്ട കാര്യം. എന്തിനാണ് അങ്ങനെ ഒരു തുരീഖത്തിന്റെ ഓരോരുത്തരുടെ തുരീഖത്തുകാർ ഇത് നിലനിർത്താൻ വേണ്ടി മറ്റുള്ളവരെ കേൾത്തേണ്ട കാര്യമില്ലല്ലോ. കാരണം അത് അങ്ങനെയല്ല സംഭവം, അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു വിഷയം ഞാൻ അവിടെ എടുത്തിട്ടത്, മനഃപൂർവ്വം എടുത്തിട്ടതാണ്. അങ്ങനെ പ്രചരിപ്പിക്കേണ്ട കാര്യം കുറച്ചു കാലം ഞാനത് കേൾക്കുന്നു. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറഞ്ഞു, നമ്മളെ തുരീഖത്തിൽ നൂർഷാ തുരീഖത്തിൽ ബൈഅത്ത് ചെയ്തതിന് ശേഷം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി തന്നെ തെൽഖീൻ കൊടുക്കുന്നത്, അതേ കൊടുക്കുന്ന തെൽഖീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി തന്നെ ശ്രേഷ്ഠമായ ദിക്ർ തന്നെ കൊടുക്കുന്നത്, കലിമ തന്നെ കൊടുക്കുന്നത്. അൻഫാസിയ ദിക്റും അതാണ് ഞാൻ വിശദീകരിച്ചത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത് അത് ബേസ്, നിങ്ങൾ പറഞ്ഞ ബേസ് കേട്ടു, അൻഫാസിയ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻഫാസിയ ദിക്ർ ശ്രേഷ്ഠ ബേസ് കേട്ടു. അങ്ങനെ ബേസ് ഇല്ലാത്തൊരു കാര്യങ്ങൾ വെറുതെ പ്രചരിപ്പിക്കണം എന്തിനാ? പക്ഷെ നമ്മൾ ബേസ് ഇല്ലാന്ന് പറയില്ല, എല്ലാറ്റിനും ബേസ് ആ അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് തന്നെയാണ്. പിന്നെ അൻഫാസിയ ദിക്റിനോ അതും അതിന്റെ ബേസ് ഈ അല്ലാഹു അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അതെന്താ? പിന്നെ ഒന്നുകൂടി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞ വാക്കുണ്ടായിരിക്കെ എന്തിനാണ് നമുക്ക് ദാരിദ്ര്യം പിടിക്കണം? മഖ്ദൂം തങ്ങൾ പറഞ്ഞ വാക്കാണത്. എന്ത്? അല്ലാഹു അല്ലാഹ് എന്ന നാമം കൊണ്ട് ശ്വാസങ്ങളെ സൂക്ഷിക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞിരിക്കെ പിന്നെ അതല്ല ശ്രേഷ്ഠത എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു മറുപടി പറയുന്നത്. ഇങ്ങനെ വിശദീകരിക്കേണ്ടി വന്നത് ഇതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് എന്നും നമ്മൾ ആദ്യമായി തെൽഖീൻ കൊടുക്കില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് എന്നും ഒക്കെ വിശദീകരിക്കേണ്ടി വന്നത് അങ്ങനെയുള്ള പ്രചാരണങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ്.
നമ്മൾ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ ഹക്കായ ഒരു ത്വരീഖത്ത് ഏത് വഴിയിലൂടെ പോയാലും മുസ്തഫ നബി തങ്ങളിലേക്ക് എത്തും. അതൊരു മാരിഫത്തിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയാൽ മതി. മശായഖന്മാർ മുന്നുള്ള കീഴ്വഴക്കനുസരിച്ച് ഏതെല്ലാം മശായഖന്മാർ ഈ ത്വരീഖത്തുമായി ത്വരീഖത്തിൽ പ്രവേശിക്കുക എന്തെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ കിട്ടുമ്പോൾ മനസ്സിലാവുന്നത് അത്രയേ ഉള്ളൂ. അത് നമ്മൾ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി മുന്നേറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നേറാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരോടും സ്നേഹവും ഇണക്കവും സന്തോഷമുള്ളൂ. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിച്ചു മരിക്കണം തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകട്ടെ. നമ്മൾ മശായിഖുമാരുടെ ദർജാത്ത് അല്ലാഹു തആല നമുക്ക് ഉയർത്തട്ടെ. ബിജാഹി സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.